കനത്ത മഴയെ തുടർന്ന് ഇടുക്കി ജില്ലയിലെ വിവിധ മേഖലകളിൽ വൈദ്യുതി ബന്ധം താറുമാറായി. വട്ടവടയിൽ 6 ദിവസമായി വൈദ്യുതിയില്ല. വൈദ്യുതി മുടങ്ങിയതോടെ ജില്ലയിലെ സർക്കാർ ഓഫീസുകളുടെ പ്രവർത്തനവും അവതാളത്തിലായി. ജെയിനിസ് രാജുണ്ട് വിശദാംശങ്ങളുമായി. ജെയിൻ, ഗുഡ് മോർണിംഗ്. മഴ ശക്തി പ്രാപിക്കുകയാണ്. ഇടുക്കിയിൽ ഇന്നും റെഡ് അലേർട്ടാണ്. ഒപ്പം ഈ 10 ദിവസമായി വട്ടവടയിലൊക്കെ വൈദ്യുതി ഇല്ല എന്ന് പറഞ്ഞാൽ ജീവിതം വലിയ ദുസ്സഹമായിരിക്കും അല്ലേ? മോത്തി, തീർച്ചയായിട്ടും ഇത് 7ാമത്തെ ദിവസമാണ് വട്ടവടയിൽ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെട്ടിട്ട് ആ മേഖലയിൽ വലിയ കടുത്ത പ്രതിസന്ധി നിലനിൽക്കുന്നുണ്ട്. ജില്ലയിലെ മൊത്തം പ്രശ്നമാണിത്. പ്രത്യേകിച്ച് മലയോര മേഖലയിൽ 3 ദിവസത്തോളം RTOയുടെ ഓഫീസിന്റെ പ്രവർത്തനം നിലച്ചുപോയ ഒരു സമയമുണ്ടായിരുന്നു. വൈദ്യുതി ബന്ധമില്ലായിരുന്നു. അതോടൊപ്പം തന്നെ ജനറേറ്ററും ഓഫീസിലുണ്ടായിരുന്നില്ല. ഇങ്ങനെ സർക്കാർ ഓഫീസുകളുടെ പ്രവർത്തനം ആകെ താറുമാറായിരിക്കുകയാണ്. എന്നാൽ ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്നത് ജില്ലയുടെ ഏറ്റവും അറ്റത്തുള്ള വട്ടവട പഞ്ചായത്തിലാണ്. വട്ടവട പഞ്ചായത്തിൽ ആളുകൾ വലിയ പ്രതിസന്ധി, അവിടെ കടകളിൽ മെഴുകുതിരി പോലും വാങ്ങാൻ കിട്ടുന്നില്ല എന്നുള്ളതാണ് ആളുകളുടെ പരാതി. അത്രയ്ക്ക് പ്രതിസന്ധിയാണ് ആ മേഖലയിൽ നിലനിൽക്കുന്നത്. 2 പ്രധാനപ്പെട്ട വിഷയങ്ങളാണ്. ഒന്ന്, സർക്കാർ ഓഫീസുകളുടെ പ്രവർത്തനം താറുമാറായിരിക്കുന്നു. അതോടൊപ്പം തന്നെ അക്ഷയ സെന്ററുകൾ പോലെയുള്ള സേവന കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നില്ല. ഈ സമയത്ത് അതിൻ്റെ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത് +2 അതോടെ തന്നെ SLC വിദ്യാർത്ഥികളുടെ അലോട്ട്മെന്റുമായി ബന്ധപ്പെട്ട അപേക്ഷകളും മറ്റും നൽകുന്ന ഒരു സമയമാണ്. ആ സമയത്ത് ഇന്റർനെറ്റ് സേവനം ലഭ്യമല്ല, വൈദ്യുതി സേവനം ലഭ്യമല്ല എന്ന് പറയുന്നത് വിദ്യാർത്ഥികളെ അടക്കം വലിയ പ്രതിസന്ധിയിലാക്കുന്ന ഒരു കാര്യമാണ്. അതോടൊപ്പം തന്നെ വിനോദസഞ്ചാരികളുണ്ട്, മറ്റ് ടൂറിസം മേഖലയിൽ പ്രവർത്തിക്കുന്ന മറ്റ് സ്ഥാപനങ്ങളുണ്ട്. അവയുടെ എല്ലാം പ്രവർത്തനം നിലച്ച ഘട്ടത്തിലാണ്. ഇത് വട്ടവടയിലെ മാത്രമല്ല, പീരുമേട്ടിൽ 6 ദിവസത്തിന് ശേഷം ഇന്നലെ വൈകുന്നേരമാണ് പീരുമേട്ടിൽ വൈദ്യുതി എത്തിയത്. മറ്റ് പല സ്ഥലങ്ങളിലും 3-4 ദിവസം കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ വൈദ്യുതി എത്തിത്തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് മഴ ഇപ്പോഴും ശക്തമായി തുടരുകയാണ്. മഴയ്ക്കൊപ്പം കാറ്റുമുണ്ട്. ആ കാറ്റത്ത് മരം ഒടിഞ്ഞു വീഴും, അതോടൊപ്പം തന്നെ മണ്ണിടിഞ്ഞുമൊക്കെ പോസ്റ്റുകൾ വിവിധയിടങ്ങളിൽ ഒടിഞ്ഞു പോയിട്ടുണ്ട്. അതാണ് ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത്. വട്ടവടയെ സംബന്ധിച്ച് മൂന്നാറിൽ നിന്ന് വട്ടവട വരെയുള്ള ഭാഗത്ത് നിറയെ മരങ്ങളുള്ള ഒരു മേഖലയാണ്. വനത്തിൻ്റെ ഉള്ളിലൂടെയൊക്കെ കടന്നു പോകുന്ന പാതയാണ്. അപ്പോൾ ആ വഴിയോരത്തൊക്കെയുള്ള മരങ്ങൾ ഇലക്ട്രിക് പോസ്റ്റിന് മുകളിലേക്ക് ഒടിഞ്ഞു വീഴുകയും അത് കേരളം കടന്നു പോകുമെന്നാണല്ലോ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളത്. അത്തരത്തിൽ പുഴകളും കുളങ്ങളും അടക്കമുള്ളവയൊക്കെ കരകവിഞ്ഞ് ഒഴുകുന്നുണ്ടോ അവിടെ? തീർച്ചയായിട്ടും നമുക്ക് ഇപ്പോൾ തൊടുപുഴ ആറിലെ ദൃശ്യങ്ങളിലേക്ക് പോകാം. തൊടുപുഴ ആറ് നിറഞ്ഞ് ഒഴുകുകയാണ്. മലങ്കര ഡാമിൻ്റെ ഷട്ടറുകൾ ഏതാണ്ട് പരമാവധി ഉയർത്തി വെച്ചിരിക്കുകയാണ്. ഡാമിലേക്കുള്ള നീരൊഴുക്ക് വളരെ ശക്തമാണ്. സാധാരണ കനത്ത മഴയിൽ ഉള്ളതുപോലെ ഒരു അപകടകരമായിട്ടുള്ള നിലയിലേക്ക് ജലനിരപ്പ് എത്തിയില്ല. പക്ഷേ പുഴ നിറഞ്ഞ് ഒഴുകുകയാണെന്ന് തന്നെ പറയേണ്ടി വരും. പല സ്ഥലത്തും മണ്ണിടിച്ചിലുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ, ആ ഭാഗത്ത് കഴിഞ്ഞ ദിവസം അവിടെ മണ്ണിടിഞ്ഞിട്ടില്ല, സംരക്ഷണ ഭിത്തി ഇടിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇന്നിപ്പോൾ അതിൻ്റെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞ അവസ്ഥയിലാണ്. ഇങ്ങനെ പല സ്ഥലത്തും ഇത്തരത്തിൽ മണ്ണിടിച്ചിലും മരം വീണുള്ള അപകടങ്ങളും ഉണ്ടായിട്ടുണ്ട്. 2 പേരുടെ ജീവനാണ് ഈ വർഷകാലം ആരംഭിച്ചതിന് ശേഷം മരം വീണ് മാത്രം നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഏതാണ്ട് 50ഓളം വീടുകൾ ഭാഗികമായോ പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ KSEBയുമായി ബന്ധപ്പെട്ട് ഒരുപാട് നാശനഷ്ടം KSEBക്ക് ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ വിവിധ മേഖലയിൽ വലിയ പ്രതിസന്ധിയാണ് നേരിടുന്നത്. പ്രത്യേകിച്ച് വലിയ ഡാമുകളുടെ കാര്യത്തിൽ മാത്രമാണ് നമുക്ക് ആശങ്കയില്ലാത്തത്. ജില്ലയിൽ ഇതുവരെ 5 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് പ്രവർത്തിക്കുന്നത്. അതിൽ ഇന്നലെയാണ് 3 ആരംഭിച്ചത്. അതിനു മുമ്പ് 2 ആരംഭിച്ചിരുന്നു. ഏതാണ്ട് 50ഓളം കുടുംബങ്ങളാണ് ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ഉള്ളത്. ഇത് പ്രധാനമായിട്ടും ഉരുൾപൊട്ടൽ സാധ്യതയുള്ള മേഖലയിൽ നിന്നുള്ള ആളുകളെയാണ് ഇപ്പോൾ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റിയിരിക്കുന്നത്. ഇതുവരെ ഒരു വലിയ ദുരന്തം അല്ലെങ്കിൽ വലിയൊരു മണ്ണിടിച്ചിലോ ഉരുൾപൊട്ടലോ പോലെയുള്ള സംഭവങ്ങൾ ഇടുക്കി ജില്ലയിൽ ഉണ്ടായിട്ടില്ല. പക്ഷേ ഒരു മുൻകരുതൽ എന്ന നിലയിലാണ് ഈ ആളുകളെയൊക്കെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റിയിരിക്കുന്നത്. ശരി ജെയിൻ, ഇടുക്കി ജില്ലയിലെ മൊത്തത്തിലുള്ളൊരു അവസ്ഥ ഇങ്ങനെയാണ്. വട്ടവടയിലൊക്കെ ഇന്ന് 7ാമത്തെ ദിവസമാണ് വൈദ്യുതി ഇല്ലാതെ ഇരിക്കുന്നത്.